തമിഴ്നാട്ടിൽ മാസ് എൻട്രിയോടുകൂടി ദളപതി വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഒരേ ദിവസം വന്ന ഇലക്ഷൻ റിസൾട്ടുകളാണെന്ന് നോക്കാം. കേരളത്തിൽ ഇതുവരെ ആരാണ് മുഖ്യമന്ത്രി എന്ന് പോലും തീരുമാനമായിട്ടില്ല. UDF 102 സീറ്റുകൾ നേടി വലിയ വിജയമാണ് കൈവരിച്ചത്. അതിൽ 63 സീറ്റ് നേടിയിരിക്കുന്നത് കോൺഗ്രസ് ആണ്. എന്നിട്ട് അവർക്ക് ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് ഈ കഴിഞ്ഞ 7 ദിവസമായിട്ടും അവർക്ക് ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്താൻ പറ്റിയിട്ടില്ല. കോൺഗ്രസ് ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത്ര ദിവസമായിട്ടും മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കാൻ പറ്റാത്തത് ഈ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ആയിട്ട് വേണോ നമ്മൾ ജനങ്ങൾ കാണേണ്ടത്? ജനങ്ങൾ UDFന്റെ ജയം ആഘോഷിക്കാൻ കാത്തിരിക്കുമ്പോൾ ഇവിടെ ഹൈക്കമാൻഡ് ഇപ്പോഴും പ്ലാനിങ്ങിലാണ് ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇടതുപക്ഷത്തിന്റെ പരാജയത്തിനെ കുറിച്ച് ആൾക്കാർ ചിന്തിക്കുന്നതിലും കൂടുതലാണ് വിജയിച്ച UDFന്റെയും അതായത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരുന്നുള്ള ചർച്ചയാണ്. ഇപ്പോൾ ഇവിടെ സത്യത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ്. അവരുടെ പരാജയത്തിന്റെ ചർച്ചകളിൽ നിന്ന് മാറി ആൾക്കാർ കോൺഗ്രസിനെ കളിയാക്കിക്കൊണ്ടുള്ള സംസാരങ്ങളായി തുടങ്ങിയിട്ടുണ്ട്. 2026 ഒരു ഇലക്ഷൻ കേരളത്തിൽ നടക്കുന്നുണ്ടെന്നും കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണമെന്നുമുള്ള ഒരു വിചാരം ഇതുവരെ എന്തുകൊണ്ട് ഹൈക്കമാൻഡിന് ഉണ്ടായില്ല? വിജയിച്ചു കഴിഞ്ഞപ്പോൾ മാത്രം പുതിയ പേരുകൾ വന്നു. അതിൽ ഏറ്റവും വലിയ പ്രധാനമായൊരു പേരാണ് വേണുഗോപാൽ. ഇദ്ദേഹം MP ആണ്. എന്തുകൊണ്ട് ഇദ്ദേഹം ആദ്യമേ MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് MLA മത്സരിച്ചില്ല? മുഖ്യമന്ത്രി ആവണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്തില്ല. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ് വെയിറ്റ് ചെയ്ത് എല്ലാവരും ഇരിക്കുന്നത്. എന്താണ് ഈ ഹൈക്കമാൻഡ്? ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന ഒരു ത്രിലോക സംഘമാണ് ഹൈക്കമാൻഡ്. ഇവർ ഉപദേശിക്കുന്ന ആളുടെ പേരാണ് KC വേണുഗോപാൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് തന്നെ നോമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇവരോട് ഈ ഹൈക്കമാൻഡിനോട് KC വേണുഗോപാൽ ഉപദേശം നൽകുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? 7 ദിവസമായിട്ടും ചർച്ച ചെയ്തിട്ട് ഒരു മുഖ്യമന്ത്രി ആര് വേണമെന്നുള്ള തീരുമാനത്തിലേക്ക് ഈ ഒരു ഹൈക്കമാൻഡ് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, നമ്മൾ എന്തിനു വേണ്ടിയായിരുന്നു കോൺഗ്രസിനെ ജയിപ്പിച്ച് വിട്ടത്? അവരുടെ ഉള്ളിൽ തന്നെ ചേരിപ്പോരാണ് ആരാണ് അടുത്ത മുഖ്യമന്ത്രി ആവണമെന്ന്. അവരുടെ നേതൃത്വത്തിന് ഇപ്പോഴും തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല ആരാവണം അടുത്തതായിട്ട് മുഖ്യമന്ത്രി ആവണമെന്ന്. മറ്റുള്ളവരെയും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന പ്രതിപക്ഷത്തേക്ക് കൊണ്ട് പറയിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് ഉചിതമായ ഒരു മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ഈ പറഞ്ഞ ഹൈക്കമാൻഡിനുണ്ട്. അവർക്കത് പറ്റുന്നില്ലെങ്കിൽ അവർ ആ സ്ഥാനം രാജിവെച്ച് പറ്റുന്നവർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ളൊരു തീരുമാനം പോലും എടുക്കാൻ കഴിയാത്തൊരു പാർട്ടിയാണ് ഇനി വരുന്ന 5 വർഷം കേരളം ഭരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്ത ജനങ്ങളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസം പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ ഒരു മികച്ച മുഖ്യമന്ത്രിയെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം. പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ, നിങ്ങൾക്കറിയില്ലായിരുന്നു 2026 ഒരു ഇലക്ഷൻ നടക്കുമെന്നും ഇലക്ഷൻ നടന്ന് അത് വിജയിച്ചാൽ ഒരു മുഖ്യമന്ത്രി കോൺഗ്രസിന് വേണമെന്നും? നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നാൾ? അറ്റ്ലീസ്റ്റ് 1 വർഷം മുമ്പെങ്കിലും നിങ്ങൾക്ക് ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളൊരു തീരുമാനത്തിലെത്താമായിരുന്നു. പക്ഷെ നിങ്ങൾ ചെയ്തില്ല. പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ, ഇനി നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. ജനങ്ങൾ നിങ്ങളെ ജയിപ്പിച്ച് നിയമസഭയിലേക്ക് വിട്ടു. ഇനി ഞങ്ങൾക്ക് വേണ്ടത് ഒരു പുതിയ മുഖ്യമന്ത്രിയെയാണ്. ഇനിയും ഞങ്ങൾ ദിവസങ്ങളോ ആഴ്ചകളോ കാത്തിരിക്കണോ പുതിയൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനായിട്ട്?